ോടെ കാത്തിരിക്കുമ്പോ ഫളൽ റളിയല്ലാഹു അൻഹു ഉമ്മയോട് ചോദിക്കും, ഉമ്മ ഞാൻ കൊണ്ടൊന്ന് പോട്ടെ, ഉമ്മ ഞാൻ കൊണ്ടൊന്ന് പോട്ടെ. ഉമ്മ പറഞ്ഞു, മോനെ എങ്ങനെ പോയാലും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നെ നോക്കാൻ പിന്നെ ആരാ? ഫളൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് സങ്കടത്തോടെ ഒരു ദിവസം മനസ്സുകൊണ്ടുറപ്പിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകൾ കടന്നു പോകുന്നുണ്ട് കഅബാലയത്തിന്റെ ചാരത്തേക്ക്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പരിശുദ്ധമാക്കപ്പെട്ട തൽബിയത്തിന്റെ മന്ത്രം ഇങ്ങനെ മുഴക്കി പിടിച്ചുകൊണ്ട് കടന്നു പോവുകയാ. ഇത് കാണുമ്പോ ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പിടഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, എങ്ങനെയെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരവന്നെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഫളൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് സാധന സാമഗ്രികളൊക്കെ ഒരുക്കുകയാ. അവിടുന്ന് കൊണ്ടുപോകാനുള്ള എല്ലാം എടുത്ത് പാക്ക് ചെയ്യുകയാ. ഉമ്മ അറിയാതെ ഉമ്മയോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. എന്നിട്ട് അവിടെ ഇറങ്ങി പോവുകയാണ്. യാത്ര ചെയ്ത് ക്ഷീണമായപ്പോ നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ളൊരു പള്ളിയിലേക്കൊന്ന് കയറുകയാ. ആ പള്ളിയിലേക്കൊന്ന് കയറിയിട്ട് നിസ്കരിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് നല്ലതുപോലെ സുജൂദ് ചെയ്തുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരയുകയാ. അല്ലാഹുവേ, കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്യാ ആഗ്രഹത്തോടെ കടന്നു പോകുന്ന ഫളൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിലൊരു കളവ് നടക്കുന്നത്. അങ്ങനെ കള്ളനെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ട് കടന്നു വരികയാ. അങ്ങനെ കള്ളൻ ഓടി കയറിയതെവിടെ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ ഉള്ളിലേക്കാണ്. എല്ലാവരും കൂടി കള്ളൻ ഓടിയ ഭാഗത്തേക്ക് ഓടുകയാ. അങ്ങനെ പള്ളിയുടെ ഉള്ളിലേക്ക് ചെന്നപ്പോഴാരാ ആ പള്ളിയുടെ ഉള്ളിൽ ഇരിക്കുന്ന എന്നറിയോ? ഫളൽ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാ. ഒളിവെടുത്തുകൊണ്ട് നിസ്കരിക്കുകയാ. ഫളൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപാട് കള്ളനെ തിരക്കിപ്പോയവര് ഫളൽ റളിയല്ലാഹു അൻഹുവിനെ പൂട്ടിട്ട് പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞെടാ വൃത്തികെട്ടവനെ, മോഷണം നടത്തിയിട്ട് പടച്ചവന്റെ പള്ളിക്കുള്ളിൽ കയറിയിരിക്കുകയാണോ? ഫളൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോഷണമോ? നിങ്ങൾ എന്ത് മോഷ്ടിച്ചെന്നാ നിങ്ങളെ പറയുന്നത്? ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ, കളവ് ചെയ്തിട്ടില്ലല്ലോ. പടച്ചവന്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യാനും പൊട്ടിക്കരയാനും കടന്നു പോവുകയാണ്. എന്തേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫളൽ റളിയല്ലാഹു അൻഹു പറയുമ്പോ അവരവിടെന്ന് പറയുന്ന മറുപടി എന്തെന്നറിയോ? ഓ പൊന്നുമോനെ, എല്ലാ ആളുകളും ചെയ്യുന്നൊരു പണിയാണിത്. കളവ് ചെയ്തിട്ട് പടച്ചവന്റെ പള്ളിക്കുള്ളിലേക്കൊന്ന് വന്നിരുന്ന ഇതാരും തന്നെ ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഫളൽ റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിയെടുത്തുകൊണ്ടെന്ന് രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുപോകുമ്പോ എന്നിട്ട് അവരോട് പറയുന്ന, രാജാവേ, ഇന്ന് നമ്മുടെ നാട്ടിൽ കളവ് നടത്തിയത് ഇവനാണ്, അതുകൊണ്ട് ഇവനിക്ക് വേണ്ടെന്ന് ശിക്ഷ കൊടുക്കാൻ പറയുമ്പോ ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പൊട്ടിപ്പോവുകയാ. യാ അല്ലാഹ്, ചെയ്യാത്ത കുറ്റത്തിന് പോലും ശിക്ഷ അനുഭവിക്കുന്ന കാലഘട്ടമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ രാജാവിന്റെ കൽപ്പന വരികയാ. അവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കട്ടെ, അവന്റെ കാല് വെട്ടി മാറ്റട്ടെ, അവന്റെ കാതറുത്ത് മാറ്റട്ടെ, അവന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങള് അറുത്തു മാറ്റട്ടെന്ന് രാജാവിന്റെ കൽപ്പന വരുമ്പോ സുബ്ഹാനല്ലാഹ്, രാജാവിന്റെ കിങ്കരന്മാര് കടന്നു വരികയാ. ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ മുറിച്ചു മാറ്റുകയാ. ചെറുപ്പക്കാരായി ചരിത്രത്തിൽ നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലറുത്ത് മാറ്റുകയാ. ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുകയാ. ഫളൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലറുത്ത് മാറ്റുകയാണ്. അവസാനം ഒരു മാംസപിണ്ഡമാവുകയാണ്. അല്ലാഹുവേ, രാജാവിന്റെ കൽപ്പന വരികയാണ്. ഇവനെ ഒരു കുന്തത്തിന്റെ പുറത്ത്, ഒരു വടിയുടെ പുറത്ത് ഇവനെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇവനെ ഇങ്ങനെ കൊണ്ട് കറങ്ങുക, ടൗണിലൂടെ അങ്ങാടിയിലൂടെ കൊണ്ട് കറങ്ങുക. എന്നിട്ട് വിളിച്ചു പറയുക, ഇനി ആരാ ഈ നാട്ടിൽ വന്നുകൊണ്ട് മോഷണം നടത്തുന്നവനാരാണ്? അവന്റെ ഗതി ഇതാണ്, അവന്റെ അവസ്ഥ ഇതാണ്, അവന്റെ അന്ത്യം ഇതാണെന്ന് വിളിച്ചു പറയാ രാജാവ് പറയുമ്പോ അവിടുന്ന് ഫളൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു കുന്തത്തിന്റെ പുറത്ത്, വടിയുടെ പുറത്ത് കുത്തിക്കൊണ്ട് കടന്നു പോവുകയാ. ഒരു മാംസപിണ്ഡം ഇങ്ങനെ ഇരിക്കുകയാ, കണ്ണ് ചൂഴ്ന്നെടുത്തിരിക്കുകയാ, കാല് വെട്ടി മാറ്റിയിരിക്കുകയാ, കൈകൾ മുറിച്ച് മാറ്റിയിരിക്കുകയാണ്. അവിടെ നിന്നിങ്ങനെ രാജാവിന്റെ കിങ്കരന്മാര് ആ
ഒരു വടിയുടെ പുറത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ വിളിച്ചു പറയുന്നു, ഇവൻ മോഷ്ടിച്ചവനാ, ഇവന് കളവ് ചെയ്തവനാ. ആ സമയത്ത് ഫളൽ റളിയല്ലാഹു അൻഹു ആ ഒരു വടിയുടെ തുമ്പിലിരുന്നു കൊണ്ട് വിളിച്ചു പറയോ, ഞാൻ കളവ് ചെയ്തെന്ന് വിളിച്ചു പറയല്ലേ, ഞാൻ മോഷ്ടിച്ചെന്ന് വിളിച്ചു പറയല്ലേ, മോഷണം ചെയ്തവനാണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ആക്ഷേപത്തിന്റെ കൂരമ്പുകള് എന്റെ മനസ്സിലേക്ക് നിങ്ങൾ കുത്തിനോവിച്ചിട്ട് എന്നെ വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഉടന്ന് വിളിച്ചു പറയാ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാ, ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത മകനെന്ന് വേണമെങ്കിൽ പറയാ, ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത മകനാണെന്ന് പറയാ, ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത മകനാണെന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, കൊണ്ടുപോയവരുടെ മനസ്സ് പിടയാൻ തുടങ്ങി. പടച്ചവനെ, ഉമ്മാന്റെ പൊരുത്തമില്ലാത്തത് കൊണ്ടാണോ ഇതുപോലെ സംഭവിച്ചു പോയത്? ഞാൻ ചുരുക്കി പറഞ്ഞു പോവുകയാണ്, എനിക്ക് ദാഹിക്കുന്നേ, എനിക്ക് വിശക്കുന്നേ എന്ന് ഫളൽ റളിയല്ലാഹു അൻഹു ആ ഒരു വടിയുടെ പുറത്ത് വെച്ചുകൊണ്ട് വിളിച്ചു പറയുമ്പോ അതാ രാജാവിന്റെ കിങ്കരന്മാർ ഒരു വീടിന്റെ മുമ്പില് കൈകാലുകളില്ലാത്ത, കണ്ണില്ലാത്ത, കാതുകളില്ലാത്ത ഫളൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവരവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ഫളൽ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുമ്പിൽ കിടന്നിട്ട് വാവിട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് നിലവിളിക്കുകയാണ്, എനിക്ക് വിശക്കുന്നേ, എനിക്ക് ദാഹിക്കുന്നേ. അപ്പോഴാണ് വീടിന്റെ കത്തട്ടിൽ നിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാ. ചെറുപ്പക്കാരാ, കാത് കൊടുത്തെന്ന് കേൾക്കണം എന്റെ പൊന്നുപോലെ. വീടിന്റെ കത്തട്ടിൽ നിന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാ. എന്തേ പിന്നെ വിളിച്ചു പറയുന്ന ആരാ? എന്റെ വീടിന്റെ മുമ്പിലേക്കൊന്ന് വന്ന് കിടക്കുന്നത്, എനിക്ക് വിശക്കുന്നേ, എനിക്ക് ദാഹിക്കുന്നേ. ആ പെണ്ണിന്റെ ശബ്ദം അവിടെ ഉയരാൻ തുടങ്ങി. നീ ഒരു കാര്യം ചെയ്യുക, നീ ഒന്ന് കിടന്നു വരിക, എന്റെ ജനാലയുടെ പാളിയുടെ ചാലത്തേക്കൊന്ന് വരിക. അവിടെ നിന്ന് ഫളൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല പെണ്ണേ, ജനലിന്റെ ഭാഗത്തേക്കൊന്ന് കടന്നു വരാ, എനിക്ക് രണ്ട് കാലുകളില്ല, കൈ നീട്ടിയിട്ട് ഭക്ഷണം മേടിക്കാ, എനിക്ക് രണ്ട് കൈകളില്ല. പിന്നെയോ നവ പപ്പടാണ് ഇവിടെന്ന് പറഞ്ഞു, ഞാനിവിടെന്ന് ആഹാരവുമായി കടന്നു വന്നാൽ, ഞാനിവിടെന്ന് ആഹാരവുമായി കടന്നു വന്നാൽ നമ്മൾ പരസ്പരം കാണില്ലേ, നമ്മൾ പരസ്പരം കാണില്ലേ? നിങ്ങൾ ഒരു അന്യ പെണ്ണല്ലെങ്കിൽ നിങ്ങൾ ഒരു അന്യ പുരുഷനാണല്ലോ. അപ്പോഴാണ് ഫളൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്, ഇല്ല, എനിക്ക് കാണാൻ കഴിയില്ല, എന്റെ രണ്ട് കണ്ണുകളും ചോർന്നെടുക്കുകയാണ്. വീടിന്റെ കത്തട്ടിൽ നിന്ന് ആ പെണ്ണ് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, നൊമ്പരത്തോട്, വേദനയോട്, ഗദ്ഗതത്തോട്, ആരാണ് പടച്ചവനെ കൈകാലുകളില്ലാത്ത മനുഷ്യനാരാ, കണ്ണില്ലാത്ത മനുഷ്യനാരാ എന്നറിയാൻ വേണ്ടിയിട്ട് വീടിന്റെ കത്തട്ടിൽ നിന്ന് ആ പെണ്ണെന്ന് കടന്നു വരുമ്പോൾ പടച്ച റബ്ബേ, ചോരയിൽ കുളച്ചു കിടക്കുന്നൊരു മനുഷ്യനാണ്. കയ്യിന്റെ ഭാഗത്തുകൂടെ ചോര ഒലിക്കുന്നുണ്ട്, കാലിന്റെ ഭാഗത്തുകൂടെ ചോര ഒലിക്കുന്നുണ്ട്, കണ്ണിന്റെ ഭാഗത്തുകൂടെ ചോര ഒലിക്കുന്നുണ്ട്, കാതിന്റെ ഭാഗത്തുകൂടെ ചോര ഒലിക്കുന്നുണ്ട്. നീ ആരാ, നീ ആരാ എന്നവിടെന്ന് ചോദിക്കുമ്പോ ഫളൽ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാവുകയാണ്, അല്ലാഹുവേ, ഈ കടന്നു വന്നിരിക്കുന്ന ഒരു അന്യ പെണ്ണല്ലല്ലോ റബ്ബേ, ഈ കടന്നു വന്നിരിക്കുന്ന ഒരു അന്യ പെണ്ണല്ലല്ലോ റബ്ബേ, ഇതെന്റെ ഉമ്മയാണല്ലോ പടച്ചോനെ, ഇതെന്റെ ഉമ്മയാണല്ലോ പടച്ചോനെ. ഫളൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. അവിടെന്ന് വിളിച്ചു പറയുന്നു, ഉമ്മ, നിങ്ങളൊരു അന്യ പെണ്ണല്ല ഉമ്മ, നിങ്ങളെ കാണൽ എനിക്ക് ഹറാമല്ല ഉമ്മ, നിങ്ങൾക്കാളെ മനസ്സിലായോ? ഇതാരെന്നറിയോ, ആരെന്നറിയോ? നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകന് ഫളലാണുമ്മ, എന്റെ പുന്നാര ഉമ്മ. നിങ്ങളുടെ പൊരുത്തമില്ലാതെ, നിങ്ങളുടെ അനുവാദമില്ലാതെ, നിങ്ങളുടെ സന്തോഷമില്ലാതെ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യാനുള്ള കൊതിയോട്, ആഗ്രഹത്തോട്, അഭിലാഷത്തോട് കടന്നു പോയതാണ് ഉമ്മ. എന്റെ ഉമ്മയുടെ വാക്കില്ലാത്തത് കൊണ്ടാ, എന്റെ ഉമ്മയുടെ സമ്മതമില്ലാത്തത് കൊണ്ടാണ് എന്റെ കാല് പോയുമ്മ, എന്റെ കൈ പോയുമ്മ, എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ
മുറിച്ചു മാറ്റിയുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് രക്തപ്പുറയിൽ കിടക്കുന്ന ഫളൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ കടന്നുപോയപ്പോ എവിടെയാണ് പൊന്നുമോനെ കടന്നുപോയത്? ആരും കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് വർഷങ്ങൾ കൊണ്ട് കൊതിച്ചു പോകുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി പോകുന്നെന്നറിയുമ്പോ എനിക്ക് കൂടെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരവരോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ ആഹ്ലാദത്തോടിരിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. ഇത് പറയുമ്പോൾ സങ്കടമുണ്ടാകണം എന്റെ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ കഅബാലയമാണല്ലോ. ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞാൽ ഏത് വലിയ കുറ്റം ചെയ്തവനായാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു തരൂലേ ചെറുപ്പക്കാരാ. അങ്ങനെ ഉള്ള കഅബാലയത്തിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോകാൻ ഒരുങ്ങിയതാണ്. പക്ഷേ ഉമ്മയുടെ വാക്ക് കേൾക്കാതെ, ഉമ്മയെ അനുസരിക്കാതെ, ഉമ്മാന്റെ വാക്കിന് തീരെ വില കൊടുക്കാതെ കടന്നുപോയപ്പോ അല്ലാഹു കൊടുത്തിട്ടുള്ള ശിക്ഷയാ. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ എത്രയോ ചെറുപ്പക്കാർ അപകടങ്ങളിൽ പെട്ട് മരിച്ചുപോയില്ലേ ചെറുപ്പക്കാരാ? 20 വയസ്സുള്ള കൂട്ടുകാരൻ ഇന്നിവിടെ, 26 വയസ്സുള്ള കൂട്ടുകാരൻ ഇന്നിവിടെ, 30 വയസ്സുള്ള കൂട്ടുകാരൻ ഇന്നിവിടെ. നിങ്ങളോടൊപ്പം തോളിൽ കൈയിട്ട് ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് കടന്നുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിന്നിവിടെ ചെറുപ്പക്കാരാ. എല്ലാവരും ഇന്ന് പല ആളുകളും അന്ന് കബറിന്റെ ഉള്ളിൽ അവനാരുടെ സഹായമില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുമ്പോ എന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, അവന്റെ മയ്യത്ത് കാണാൻ കടന്നു പോകുമ്പോ, അവന്റെ റൂഹിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോകുമ്പോ ഒരു പക്ഷേ അവന്റെ റൂഹ് വിളിച്ചു പറയുന്നുണ്ടാകാ, പൊന്നുമോനെ, പൊന്നുമോനെ, ഞാൻ ഉമ്മാന്റെ പൊരുത്തം പേടിക്കാതെ മരിച്ചുപോയതാണ്. അതുകൊണ്ട് തഗുറന്നകും ദുനിയാ കമാ ഗറതനീ. ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരുന്നപ്പോ എന്നെ പ്രസവിച്ചു വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊരുത്തം പേടിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടാൻ ഓടിപ്പോയ എന്റെ പ്രിയപ്പെട്ട ബാപ്പുച്ചിയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ബാപ്പിച്ചാന്റെ പൊരുത്തം പേടിക്കാൻ എനിക്കൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് പൊന്നുമോനെ, നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്നെത്രയോ പ്രാവശ്യം വിളിച്ചു പറഞ്ഞുപോയി. അതുകൊണ്ട് ഏതൊക്കെ കാര്യത്തിലേക്ക് ഓടിപ്പോയാൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഓടിപ്പായട്ടെ, രാപ്പകലില്ലാതെ ഉറക്കമൊഴിയട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്കൊന്ന് കടന്നുപോയി സുബഹിന്റെ സമയം വരെ ഖുർആൻ ഓതുന്നവനാകട്ടെ, വീടിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നവനാകട്ടെ. എന്റെ പൊന്നുമോനെ, അതാ ചെറിയൊരു സെക്കൻഡ് കൊണ്ട്, ചെറിയൊരു നോട്ടം കൊണ്ട് ബാപ്പയുടെ ഉമ്മയുടെ മുഖത്തേക്ക് നീ ഒന്ന് നോക്കിപ്പോയാ വല്ലാഹി വല്ലാഹി ലാ യഖ്ബലുഹു അല്ലാഹുൽ ഇബാദ.